ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള ക്യാൻവാസ് ഇതിൻ്റെ ലൈനിങ്ങുമായിട്ട് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ്റ് ഹൈഡ് ആക്കണമെങ്കിൽ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസ് പാർട്ട് ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ തന്നെ രണ്ടിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പാർട്ടിനെ നമ്മൾ ഇതിലേക്കൂടി ഇങ്ങനെ എടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കൂടി നമ്മൾ സാധാരണ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇതിനെ ഇങ്ങനെ മറിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ഷോൾഡർ ജോയിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൂടി സ്റ്റിച്ച് ബാക്കിൻ്റെ കഴുത്ത് ഉള്ളിൽ നിന്ന് ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ വശത്തേതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ഷോൾഡർ ജോയിൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.